ഇത് ഏതാ ഈ മഞ്ഞ കുറ്റികൾ? അവിടെ ഒരെണ്ണം കണ്ടു, ഇവിടെ ഒരെണ്ണം കണ്ടു, ഇതാ ഇവിടെ ഒരെണ്ണം. കുറേ നാളായല്ലേ ഇതിനെക്കുറിച്ച് കേട്ടിട്ട്. എവിടെയാ കേട്ടത്? കേരയിൽ പദ്ധതി നമുക്ക് വേണ്ട, ഉജ്ജ്വല വിജയം നേടിയ പോലെ, വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. സിൽവർ ലൈൻ പദ്ധതിക്കായി കേരയിൽ സ്ഥാപിച്ച കല്ല് മഞ്ഞക്കുറ്റി കഷ്ടിച്ച് ഒരടി നീളം വരും. നാട്ടുകാരുടെ അടുക്കളയ്ക്കകത്ത് വരെ കല്ലിട്ടു. പറഞ്ഞു വരുന്നത് സിൽവർ ലൈൻ പദ്ധതി നടക്കുന്ന ലക്ഷണമില്ല. പക്ഷേ ഈ മഞ്ഞക്കുറ്റികൾ ഇട്ടിടത്ത് തന്നെ ഉയർന്നു നിൽപ്പുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്കായി റെയിൽവേ വികസനത്തിനുള്ള 1 ഇഞ്ച് ഭൂമി പോലും നൽകാൻ സാധിക്കില്ലെന്ന് ദക്ഷിണ റെയിൽവേ ഈ അടുത്തിടെ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഈ മഞ്ഞക്കുറ്റി നിൽക്കുന്നിടത്തോളം കാലം ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവിതം വഴിയാധാരമാണ്. എങ്ങനെയെന്ന് കാണാം. ഇത് എൻ്റെ വീടാണ്. എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി മാത്രമാണുള്ളത്. അപ്പോൾ ഈ കേരളിൻ്റെ അലൈൻമെൻറ്റ് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് വരെ മഞ്ഞക്കല്ല് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിത് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സർവേ നമ്പർ വില്ലേജ് ഓഫീസിലുണ്ട്. വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഈ കേരളിൻ്റെ പ്രശ്നം ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കാരണം ഇത് വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ മഞ്ഞക്കല്ലുകൾ നീക്കണം, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കണം. ഇത് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞതാണ്. ഇപ്പോൾ സദേൺ റെയിൽവേ 1 ഇഞ്ച് ഭൂമി പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഈ പദ്ധതി എന്തായാലും നടപ്പ് വരില്ല. പിന്നെ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നുള്ളതാണ്. സിൽവർ ലൈൻ്റെ അലൈൻമെൻറ്റ് കടന്നു പോകുന്ന പൗണ്ട് കടവിലെ ലത എന്ന വീട്ടമ്മയുടെ വീടാണിത്. അവരുടെ വീടിൻ്റെ മുകൾ ഭാഗത്തുകൂടെയാണ് ഈ സിൽവർ ലൈൻ പാത കടന്നു പോകാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കല്ല് കിടക്കുന്നതിന് ശേഷം ആര് വന്നാലും നമ്മൾ വസ്തു പോവും എന്നും പറഞ്ഞുകൊണ്ടാണ് ഭരണ വിലക്കാർ പോണത്. അങ്ങനെ അത് ഇപ്പം തന്നെ ഒരു അഡ്വാൻസ് ആയി വന്നപ്പോഴാണ് ഈ സിൽവർ ലൈനിൻ്റെ ഇത് വന്നത്. ഉടനെ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ വസ്തുവും പോവും, ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോൾ എത്ര താമസിച്ചിരുന്നാലും പോവും എന്നാണ് പറയണത്. മകളെ കല്യാണമൊക്കെ ഉണ്ട്, എൻ്റെ മോന് UK പോകണമെന്ന് പറഞ്ഞ് പിന്നെ വിറ്റിട്ട് ദൂരോട്ട് വാങ്ങാം എന്നുള്ള ഇത് വെച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ച് തന്നെ ഇരുന്നത്. അതൊക്കെ മുടങ്ങി. വാങ്ങാൻ വരുമ്പോൾ അവരിങ്ങനെ ചോദിക്കും, ഇങ്ങനെ സിൽവർ ലൈനിൻ്റെ കല്ല് ഇങ്ങനെ കിടക്കല്ലേ, അപ്പോൾ നിങ്ങളത് ഇങ്ങനെ പോകൂലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും നമ്മളത് അങ്ങനെ പോകൂലെന്നാണ് പറയണത് എന്ന് പറയുമ്പോൾ അവർ പറയും ഇല്ല നിങ്ങളതും പോകും. ഈ കല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, കല്ല് പുഴുത് മാറ്റണം. ഇത് പോകൂലെന്ന് പറയല്ലേ. അപ്പോൾ പിന്നെ കല്ല് പുഴുത് മാറ്റി കഴിഞ്ഞാൽ ആ വിലക്കാർ വന്നിപ്പോൾ എനിക്കെന്നല്ല വേറെ ആൾക്കാർക്കായാലും വിൽക്കണമെന്നുള്ളവർക്കായാലും അത് വിറ്റ് പോവാല്ലേ. വീടിൻ്റെ പറമ്പിലും വീടിനകത്തുമെല്ലാം മഞ്ഞക്കുറ്റികൾ ഇട്ടത് കാരണം ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ് വഴിയാധാരമായിരിക്കുന്നതെന്ന് ഇപ്പോൾ കണ്ടല്ലോ. മഞ്ഞക്കുറ്റിയാണ് വില്ലൻ. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.